ഇപ്പോൾ മിക്കവാറും പേര് അരിഭക്ഷണം ഒഴിവാക്കിയിട്ട് മില്ലറ്റുകളിലേക്ക് മാറിയിട്ടുണ്ട്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരും ഡയബറ്റിക്കും ആയിട്ടുള്ള ആളുകൾക്ക് നല്ല റിസൾട്ട് ഇതുകൊണ്ട് കിട്ടുന്നുമുണ്ട്. പക്ഷേ പലരുടെയും കംപ്ലൈന്റ് അരി ഭക്ഷണം കഴിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ മില്ലറ്റുകൾ കഴിക്കുമ്പോൾ കിട്ടുന്നില്ല എന്നാണ്. ഇന്ന് ഞാൻ അതിനൊരു പരിഹാരമായിട്ട് ചാമയും ഉലുവയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു ദോശയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒട്ടും തന്നെ അരി ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ ഒരു ദോശ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അരിദോശ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം. ഒപ്പം ഈ ഒരു ദോശയോടൊപ്പം ഒരു ചട്നി കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ദോശയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു തക്കാളിയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു ചട്നിയാണ്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവിധ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ വീഡിയോ അപ്പോൾ എന്നാൽ ഈ ദോശയും ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടോളൂ. ചാമ നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉപയോഗിച്ച് വന്നിരുന്ന ഒരു മില്ലറ്റാണ്. ഇപ്പം നമുക്ക് ചാമ 2 തരത്തിൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഒന്ന് പോളിഷ് ചെയ്തതാണ്, അത് നല്ല വൈറ്റ് കളറായിരിക്കും. മറ്റത് പോളിഷ് ചെയ്യാത്ത ഈ തരത്തിലുള്ള ചാമയും. പോളിഷ് ചെയ്ത ചാമയേക്കാളും ഫൈബർ കണ്ടൻ്റ് ഒക്കെ ഉള്ളത് ഈ ചാമയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഹെൽത്തിന് നല്ലത് ഈ ചാമയാണ്. ചാമ പാക്കറ്റിൽ ഉള്ളത് വാങ്ങുന്നതിനേക്കാളും റേറ്റ് വളരെ കമ്മിയാണ് ലൂസായിട്ടുള്ള ചാമ വാങ്ങുന്നതിന്. പലചരക്ക് കടയിലൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ ഈ ഒരു ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടി 2 കപ്പ് ചാമയരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ ചായ കുടിക്കുന്ന കപ്പാണ് അളക്കാനെടുത്തത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കമ്മിയാക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും പേര് കഴിക്കുന്ന ഒന്നാണ് ഉലുവ. അപ്പോൾ ഈ ഉലുവ കൂടി ഇതിൽ ചേർക്കുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഈ ഒരു ദോശയുടെ ഗുണങ്ങളെ ഇരട്ടിക്കുകയാണ് ചെയ്യണത്. ഉലുവയുടെ അളവ് എന്ന് പറയുന്നത് 2 വലിയ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര സ്പൂണും കൂടെ എടുത്തിട്ടുണ്ട്. അതായത് 2.5 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഞാൻ ഈ ഒരു മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഒരു 2 മണിക്കൂറിന് ശേഷം കുതിർത്തി കിട്ടിയിട്ടുള്ള ഈ അരി കഴുകി വൃത്തിയാക്കി നമ്മൾ അരയ്ക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ചെറിയൊരു പണി കൂടെ ചെയ്യാനുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ചാമയരി ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു ചാമക്കഞ്ഞി പോലെ അല്ലെങ്കിൽ ചാമച്ചോറ് പോലെ വേവിച്ചെടുക്കണം. നമ്മൾ വേവിക്കുന്ന ഈ ഒരു ചാമ നമ്മൾ കുതിർത്തി വെച്ചതൊന്നല്ല വേണ്ടത്. വേറെ 2 ടേബിൾ സ്പൂൺ എടുത്ത് കഴുകിയെടുത്ത് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കുതിർത്തിയ ചാമയുടെയും ഉലുവയുടെയും കൂടെ ഇതും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ കുറച്ച് ചോറൊക്കെ കഴിക്കുന്നതിന് വിരോധമില്ലെങ്കിൽ ഒരു 1/4 കപ്പ് ചോറ് ചേർത്താലും മതി. എന്നിട്ട് അരച്ചെടുത്ത മാവ് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഫെർമെൻറ്റേഷൻ നന്നായിട്ട് നടക്കും. അങ്ങനെ അരച്ച് അടച്ചു വച്ച ശേഷം പിറ്റേ ദിവസം മാവ് ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. സാധാരണ നമ്മുടെ അരിമാവ് പൊങ്ങുന്നതിനേക്കാൾ നന്നായിട്ട് പുളിച്ച് പൊങ്ങി ഇത് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. പിന്നെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കാം. പക്ഷേ ഈ മാവ് നമ്മൾ സാധാരണ അരിമാവ് ദോശയ്ക്ക് വേണ്ടിയിട്ട് അരിമാവ് തയ്യാറാക്കുന്നത് പോലെ അത്രയും നീണ്ടു പോകണ്ട, കുറച്ച് തിക്കായിട്ട് മതി. എന്നിട്ട് ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് പരത്തി അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അത് അടപ്പ് തുറന്ന് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ ദോശയുടെ ടേസ്റ്റ് വർദ്ധിക്കും. എന്നിട്ട് അത് നമുക്ക് ദോശക്കല്ലിൽ നിന്ന് മാറ്റാം. ഇങ്ങനെയല്ലാതെ ദോശ പരത്തി ഒരു ഭാഗം വെന്ത ശേഷം മറിച്ചിട്ടിട്ടും ഉണ്ടാക്കാം. രണ്ടും 2 ടേസ്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങാ ചട്നിയോ അതുപോലെ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാമെങ്കിലും ഞാൻ സാധാരണ തയ്യാറാക്കുന്ന ഒരു ചമ്മന്തി ഉണ്ട്, ഒരു ചട്നി ഉണ്ട്, തക്കാളി കൊണ്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ദോശയുടെ ഒപ്പം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നും കൂടി പറഞ്ഞു തരാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നീളത്തിലരിഞ്ഞ സവോള ചേർക്കാം. ഒരു വലിയ സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഈ സവാളയുടെ കൂടെ തന്നെ നമുക്ക് ഒരു മുളകും കൂടെ ഇടാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡർ ആയിരിക്കും ഒന്ന് കുറച്ചുകൂടി നല്ലത്. അല്ല നിങ്ങളിത് അമ്മിയിലാണ് അരയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ മുളക് പൊടി വേണ്ട, മുളക് തന്നെ മതി. എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ ഈ മുളക് പൊടിയും മുളകും സവാളയൊക്കെ നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി നമ്മൾ എടുത്ത സവാളയുടെ അതേ വലുപ്പത്തിലാണ് വേണ്ടത്. ഇതിപ്പോൾ ചെറിയ തക്കാളിയായിരുന്നു എൻ്റെ അടുത്തുള്ളത്, അതുകൊണ്ട് 2 തക്കാളി എടുത്തു. തക്കാളിയും സവാളയും ഈക്വൽ ക്വാണ്ടിറ്റിയാണ് നമുക്ക് ഈ ഒരു ചമ്മന്തി അരയ്ക്കാൻ ആവശ്യമുള്ളത്. അപ്പോൾ അതും ഇങ്ങനെ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ ഒരു തക്കാളിയും.
അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം മിക്സർ ജാറിൽ നമുക്ക് അരച്ചെടുക്കാം. ദോശയും ഈ ചമ്മന്തിയും കൂടി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആവട്ടെ, രാത്രിയും രാവിലെയൊക്കെ ഈ ഒരു ഭക്ഷണം ശീലമാക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. താങ്ക്